വെച്ചാൽ ഒരു ഡീലർഷിപ്പ് മാരുതി ആണെങ്കിൽ, അല്ലെങ്കിൽ കിയ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടൊയോട്ടയുടെ ഒരു ബ്രാൻഡാണെങ്കിൽ, അതെപ്പോഴും ഒരു ബ്രാൻഡായിരിക്കും. ആ ബ്രാൻഡ് ഓൾ വേൾഡിൽ അക്സെപ്റ്റഡ് ആണ്. അത് വാങ്ങുന്നയാൾക്ക് ഒരു പ്രൈഡ് നൽകും ഉറപ്പായിട്ടും. തീർച്ചയായിട്ടും. പിന്നെ കാറ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു ഡീലർഷിപ്പ് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ആ കാർ മാനുഫാക്ചറിങ് കമ്പനി ഒരുപാട് കാര്യങ്ങളിൽ ഡീലർഷിപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ ബ്രാൻഡ് ഡീലർഷിപ്പിലൂടെ വിറ്റ് പോകുമ്പോഴും ബ്രാൻഡ് അവരുടെ തന്നെയാണ്. അതെ അതെ അതെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള, അതായത് കൂടുതൽ വിൽപ്പന തരുന്നതിന് മാർക്കറ്റിംഗ് സപ്പോർട്ട്, അതുപോലെ തന്നെ ആ പ്രൊഡക്റ്റ് ഏറ്റവും നന്നായി റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സർവീസ് പീപ്പിളിന് ട്രെയിനിങ്, നല്ല സോഫ്റ്റ്വെയർ സപ്പോർട്ട്, അതുപോലെ തന്നെ മാർക്കറ്റ് കൂടുതൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സ്ട്രാറ്റജികളും ഡീലർഷിപ്പുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു ഡീലർഷിപ്പിൽ സ്റ്റോക്ക് കൂടുകയാണ് എങ്കിൽ അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലപോലെ ഡിസ്കൗണ്ട് സ്കീം കമ്പനിയും ഡീലറും കൂടെ ചേർന്ന് മാർക്കറ്റിലേക്ക് കൊടുക്കാറുണ്ട്. അതെ അതെ. അപ്പോൾ ഇതെല്ലാം ഒരു ബ്രാൻഡിന് തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഒരു ഡീലർഷിപ്പിനെ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട് കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവിന്. അത് അവരുടെ ബ്രാൻഡിൻ്റെ പ്രൊമോഷനും കൂടിയാണ് എങ്കിൽ കൂടിയും അത് നല്ലത് തന്നെയാണ്.